ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് എന്താണ്? ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. Generations of computers: first generation computer, second generation computer, third generation computer, fourth generation computer, fifth generation computer and sixth generation computer. അങ്ങനെ 6 തരത്തിലുള്ള ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ നമുക്ക് പഠിക്കാനുള്ളത് അപ് ടു 5th വരെ ഉള്ളൂ. ഓക്കെ, അപ്പം 5 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് generation computers 1940s to 1950s. ജനറേഷൻ ടൈം ലൈൻ ഏതായിരുന്നു? 40കളിലും 50കളുടെ ഇടയിലായിരുന്നു. എവല്യൂഷൻ ഹാർഡ്വെയർ വാക്വം ട്യൂബ് ബേസ്ഡ് ആയിരുന്നു. സെക്കൻഡ് ജനറേഷൻ 1950s to 1960s. ട്രാൻസിസ്റ്റേഴ്സ് ബേസ്ഡ്. ആ കാലങ്ങളിൽ റേഡിയോ ഒക്കെ വളരെ നല്ല രീതിയിൽ പോയ ഒരു കാലമായിരുന്നു. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് 1960s to 1970s. integrated circuit based. Fourth generation computer 1970s to present. മൈക്രോ പ്രോസസർ ബേസ്ഡ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 4th ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ദ പ്രസന്റ് ആൻഡ് ദ ഫ്യൂച്ചർ. ഭാവി കൂടി നമുക്ക് കാണാം. അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആണ്. ഇത് കൂടാതെ ഒരു 6th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് കൂടി ഉണ്ട്. ഞാൻ അവസാനം വരെ നിങ്ങൾ ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അവസാനമാണ് 6th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും അവസാനം വരെ കേൾക്കുക. വാക്വം ട്യൂബ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച ടെക്നോളജി ഏതായിരുന്നു? വാക്വം ട്യൂബ്. കണ്ടോ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു ചിത്രം? അതാണ് വാക്വം ട്യൂബ്. ഓക്കെ, ഇലക്ട്രോണിക് ഡിവൈസ് that controls the flow of electrons in a vacuum. It is used as a switch, amplifier or display screen in many older model radios, televisions, computers, etc. പഴയ കമ്പ്യൂട്ടേഴ്സിലൊക്കെ അത് വളരെ ബൾജ് ചെയ്ത് നിൽക്കുന്നത് കാണാം ബാക്കിലേക്ക്. അതൊക്കെ വാക്വം ട്യൂബ് കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല, അപ്പം എത്രയോ മാറിപ്പോയി. പിന്നെ ട്രാൻസിസ്റ്റർ ആണ്. an electronic component that can be used as an amplifier or as a switch. It is used to control the flow of electricity in radios, televisions, computers, etc. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ട്രാൻസിസ്റ്ററിന്റെ ചിത്രം. പിന്നെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് IC, a small electronic circuit printed on a chip, usually made of silicons, that contains many its own circuit elements, transistors, diodes, resistors, etc. ഇതാണ് ICന്റെ ചിത്രം. പിന്നെ എന്താണ്? മൈക്രോ പ്രോസസർ, ഇലക്ട്രോണിക് കമ്പോണന്റ് held on an integrated circuit that contains a computer's central processing unit and other associate circuits. അങ്ങനെ മില്യൺസ് ഓഫ് ICs എല്ലാം കൂടെ ഒരു ചിപ്പിൽ വെച്ച് കഴിഞ്ഞാൽ CPU, മൈക്രോ പ്രോസസർ അല്ലെങ്കിൽ ആ മൈക്രോ പ്രോസസർ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലാണ്. CPU, പിന്നത്തെ CPU, central processing. It is often referred to as the brain or engine of a computer where most of the processing and operations takes place. CPU is part of the microprocessor. മൈക്രോപ്രോസസറിന്റെ ഭാഗം തന്നെയാണ് CPU, central processing unit. Magnetic drum, a cylinder coated with magnetic material on which data and programs can be stored. Magnetic core uses arrays of small rings of magnetized materials called cores to store information. ഇതൊക്കെ മെമ്മറിയുടെ ആ കാലങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. മെഷീൻ ലാംഗ്വേജ്. അടുത്തത് എന്താണ്? മെഷീൻ ലാംഗ്വേജ്, എ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് comprised of a collection of binary digits, ones and zeros that the computer can read and understand. അപ്പോൾ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ലാംഗ്വേജ് ആണ്. അത് സീറോസ് ആൻഡ് വൺസ് വെച്ചിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം എന്തെങ്കിലും ഒരു തെറ്റ് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏത് സീറോ ആണ് ഏത് വൺ ആണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ വേറൊരു ലാംഗ്വേജ് കണ്ടുപിടിച്ചത്, അസംബ്ലി ലാംഗ്വേജ്. ഇസ് ലൈക്ക് ദ മെഷീൻ ലാംഗ്വേജ് ദ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, എക്സെപ്റ്റ് ദറ്റ് അസംബ്ലി ലാംഗ്വേജ് യൂസസ് എബ്രിവേറ്റഡ് വേർഡ്സ് ലൈക്ക് ആഡ് എന്തിനാണ്? അഡീഷൻ. സബ്ട്രാക്ഷൻ, DIV for division in place of numbers, zeros and ones. Zeros and onesന്റെ സ്ഥാനത്ത് അവർ എഡീഷൻ ആണെങ്കിൽ ADD എന്ന് പറയുന്ന ഒരു സിംബോളിക് നിമോണിക് ലാംഗ്വേജ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ചു. സബ് ഡിവിഷൻ
സബ് ഫോർ സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഫോർ ഡിവിഷൻ, അങ്ങനെ. പിന്നെ മെമ്മറി, എ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് ഇസ് യൂസ് ടു സ്റ്റോർ ഡാറ്റ, ഇൻഫോർമേഷൻ, പ്രോഗ്രാം ഇൻ എ കമ്പ്യൂട്ടർ. മെമ്മറി കണ്ടുപിടിച്ചു, എല്ലാ കാര്യം ശേഖരിച്ചു വെക്കാം. അപ്പം ഇങ്ങനെ അസംബ്ലി ലാംഗ്വേജ് കൊണ്ടുവന്നപ്പോൾ ഒരു ഗുണം എന്താണ്? ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായി വെൻ കമ്പയർഡ് ടു മെഷീൻ ലാംഗ്വേജ്, അല്ലേ? പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, an area of computer science that deals with the simulation and creation of intelligent machines or intelligent behave in computers. They can think, learn, വർക്ക് ആൻഡ് റിയാക്ട് ലൈക്ക് ഹ്യൂമൻസ്. റോബോട്ട്സ് ഒക്കെ വന്നത് എങ്ങനെയാണ്? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് തന്നെയാണ് റോബോട്ട്സ് ഒക്കെ വന്നിരിക്കുന്നത്. പിന്നെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഞാൻ പറഞ്ഞു, 1940s 1950s ഇടയിലാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായത്. മെയിൻ ഇലക്ട്രോണിക് കമ്പോണന്റ് എന്താണ്? vacuum tube. Main memory, magnetic drums and magnetic tapes. Programming language used for those years was machine language. Power, consume a lot of electricity and generate lot of heat. അതുകൊണ്ട് തന്നെ എന്താണ്, കുറേ കറണ്ടും വേണം, പിന്നെ അതേപോലെ കുറേ ചൂട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. സ്പീഡ് ആൻഡ് സൈസ് വാസ് വെരി സ്ലോ ആൻഡ് വെരി ലാർജ് ഇൻ സൈസ്. കമ്പ്യൂട്ടർ, ആ കാലത്തെ കമ്പ്യൂട്ടർ ഉണ്ട്, വലിയൊരു റൂം തന്നെ ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട് അല്ലേ? അത്രയും വലിയ കമ്പ്യൂട്ടർ, വെരി ലാർജ് ഇൻ സൈസ് ആൻഡ് ഇറ്റ് വാസ് വെരി സ്ലോ. മെയിൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയർ വാസ് വിതിൻ മിനിറ്റ്സ് അല്ലെങ്കിൽ സെക്കൻഡ്സ് ഒക്കെ ആയിരുന്നു. എത്ര പെട്ടെന്ന് അത് കേടുവന്നു എന്നുള്ളതാണ് MTBF കൊണ്ട് നോക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, പഞ്ച് കാർഡ്സ് ആൻഡ് പേപ്പർ ടൈപ്പ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആ കാലങ്ങൾ എന്തായിരുന്നു? പഞ്ച് കാർഡ്സും പേപ്പർ ടൈപ്പ് ആയിരുന്നു. എക്സാമ്പിൾസ് ഏതൊക്കെ മെഷീനാണ് ആ കാലത്തെ? ENIAC, ഇനി ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ, UNIVAC, യൂണിവേഴ്സൽ കമ്പ്യൂട്ടർ 1, IBM 650, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ 650, IBM 701, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ 701, എക്സെട്ര. പിന്നെ എന്താണ്? ക്വാണ്ടിറ്റി, there were about 100 different vacuum tube computers produced between 1942 and 1963. ആ കാലങ്ങളിൽ ഇത്രയും കമ്പ്യൂട്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. പിന്നെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് 1950s to 1960s. മെയിൻ ഇലക്ട്രോണിക് കമ്പോണന്റ് എന്താണ്? ആ കാലങ്ങളത്തെ സ്റ്റാർ ആരാണ്? ട്രാൻസിസ്റ്റർ ആണ്, അല്ലേ? അതുകൊണ്ട് തന്നെ കുറേ റേഡിയോസ്, എല്ലാവരും പാട്ട് കേട്ടുകൊണ്ടിരുന്നു, അങ്ങനെയുള്ള കാലങ്ങളായിരുന്നു. പാട്ടിന് അത്ര ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു. വയലാറൊക്കെ ജനിച്ച കാലമായിരിക്കാം, അല്ലെ? വയലാറൊക്കെ ഫേമസ് ആയ കാലമായിരിക്കാം. അപ്പം മെമ്മറി, മാഗ്നറ്റിക് കോർ ആൻഡ് മാഗ്നറ്റിക് ടേപ്പ് ഓർ ഡിസ്ക്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? അസംബ്ലി ലാംഗ്വേജ് ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ്. ഞാൻ പറഞ്ഞു നിമോണിക്സ്, ആഡ്, സബ്, മൾ, ഡിവ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ്. പവർ ആൻഡ് സൈസ്, ലോ പവർ കൺസംഷൻ, ജനറേറ്റഡ് ലെസ് ഹീറ്റ്, കുറച്ച് ഹീറ്റേ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ, ആൻഡ് സ്മോളർ ഇൻ സൈസ് ഇൻ കമ്പാരിസൺ വിത്ത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. സ്പീഡ് എന്താണ്? ഇംപ്രൂവ്മെന്റ് ഓഫ് സ്പീഡ് ആൻഡ് റിലയബിലിറ്റി. എത്ര നമുക്ക് വിശ്വസ്തത, റിലയബിലിറ്റി പറയുന്നത് എത്ര നമുക്ക് വിശ്വസിക്കാം എന്നുള്ളത്. ഇൻ കമ്പാരിസൺ വിത്ത് ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് കുറച്ച് സ്പീഡൊക്കെ കുറച്ച് കൂടി, കുറച്ചും കൂടെ നമുക്ക് വിശ്വസിക്കാം. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, പഞ്ച് കാർഡ്സ് ആൻഡ് മാഗ്നറ്റിക് ടേപ്പ് തന്നെയായിരുന്നു അന്നും. എക്സാമ്പിൾസ് IBM 1401, IBM 7090 and 7094. UNIVAC, യൂണിവേഴ്സൽ കമ്പ്യൂട്ടർ 1101, എക്സെട്ര. പിന്നെ നമ്മൾ കടക്കുന്ന ഇതിലേക്കാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലേക്കാണ്. ഓക്കെ, അപ്പൊ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, ആ ഒരു പീരിയഡ് അല്ലെങ്കിൽ ആ ഒരു കാലം ഏതായിരുന്നു? 1960s to 1970s വരെ, 70 അവസാനിക്കുന്ന വരെ. മെയിൻ ഇലക്ട്രോണിക് കമ്പോണന്റ് ഏതായിരുന്നു? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ICs. മെമ്മറി, ലാർജ് മാഗ്നറ്റിക് കോർ, മാഗ്നറ്റിക് ടേപ്പ് ഓർ മാഗ്നറ്റിക് ഡിസ്ക്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. ആ ഒരു കാലത്താണ്, അല്ലെങ്കിൽ 1960 to 1970 കാലങ്ങളിലാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് ലൈക്ക് ഫോർട്രാൻ, ബേസിക്, പാസ്കൽ, കൊബോൾട്ട്, സി ഒക്കെ കണ്ടുപിടിച്ചിരുന്നത്, അല്ലെ? സൈസ് എന്തായിരുന്നു? വളരെ സ്മോളർ ആയിരുന്നു, ചീപ്പർ ആൻഡ് മോർ എഫിഷ്യൻറ്റ് ദാൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ദേ വർ കോൾഡ് മിനി കമ്പ്യൂട്ടേഴ്സ്. ആ ഒരു കാലത്തുള്ള കമ്പ്യൂട്ടേഴ്സിന് നമുക്ക് പേര് പറയാം മിനി കമ്പ്യൂട്ടേഴ്സ്. സ്പീഡ്, ഇംപ്രൂവ്മെന്റ് ഓഫ് സ്പീഡ് ആൻഡ് റിലയബിലിറ്റി ഇൻ കമ്പാരിസൺ വിത്ത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്പീഡും കുറച്ചും കൂടെ വിശ്വസ്തതയൊക്കെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് ഉണ്ടായിരുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ്? മാഗ്നറ്റിക് ടേപ്പ്, കീബോർഡ്, മാഗ്നറ്റിക് ടേപ്പ്, കീബോർഡ്, മോണിറ്റർ, പ്രിന്റർ, എക്സെട്ര. എക്സാമ്പിൾസ് എന്തായിരുന്നു? IBM 360, IBM 370, PDP 11, UNIVAC 1108.
പിന്നെ വന്നു ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർത്ത് ജനറേഷൻസ് 1970s ടു പ്രസന്റ്, 1970 തൊട്ടിട്ട് ഈ ഒരു കാലം വരെ നമ്മൾ ഏതിലാണ് നിൽക്കുന്നത്? ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലാണ്. അപ്പം മെയിൻ ഇലക്ട്രോണിക് കമ്പോണന്റ്, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ആൻഡ് മൈക്രോ പ്രോസസർ, VLSI ആൻഡ് മൈക്രോ പ്രോസസർ. പ്രത്യേകം ശ്രദ്ധിക്കുക, VLSI പറഞ്ഞാൽ എന്താണ്? വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ സർക്യൂട്ട്, ഇന്റഗ്രേറ്റഡ് ഓർ ഇന്റഗ്രേഷൻ സർക്യൂട്ട്, അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ എന്നും പറയാം. ആൻഡ് മൈക്രോ പ്രോസസർ, VLSI, thousands of transistors on a single micro chip. Memory, semiconductor memory such as RAM, ROM, etc. RAM എന്ന് പറഞ്ഞാൽ എന്താ? Random access memory, a type of data storage memory element used in computers that temporary stores of programs and data. Volatile, its contents are lost when the computer is turned off. അപ്പം ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുകയെന്ന് വിചാരിച്ചോ, ആ പ്രോഗ്രാം ഞാൻ Ctrl+S വെച്ച് സേവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അത് ഏത് മെമ്മറിയിലേക്കാണ് അത് പോണത്? റാം, റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്ന മെമ്മറിയിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ്? ഞാനിപ്പം സേവ് ചെയ്യാൻ മറന്നു എന്ന് വിചാരിക്കുക, അപ്പോഴാണ് കറണ്ട് പോയി എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണ് അതിലുണ്ടാവുമോ? ഇല്ല. അപ്പം നമ്മൾ എപ്പോഴും കോഷ്യസ് ആയിരിക്കണം. നമ്മളെ പ്രോഗ്രാം ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യണം എന്നുള്ള ഒരു കോഷ്യസിലേക്ക് നമ്മൾ കിടക്കണം. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് കറണ്ട് പോയാൽ കംപ്ലീറ്റ് പോയി പോവും. പിന്നെയുള്ള ടൈപ്പ് മെമ്മറിയാണ് റോം, റീഡ് ഓൺലി മെമ്മറി, എ ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോറേജ് used in computers that permanently stores data and programs, non-volatile. Its contents are retained even when the computer is turned off. മനസ്സിലായോ? അപ്പൊ ആ നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവിടെ. കറണ്ട് പോയാലും ശരി ഇല്ലെങ്കിലും ശരി അത് എപ്പോഴും അവിടെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ബൂട്ടിംഗ് പ്രോസസ്. നമ്മളിപ്പം ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ചടിക്കറി വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം നമ്മൾ ക്ഷമയോടെ കാത്തു നിൽക്കണം. ആ ക്ഷമയോടെ കാത്തു നിൽക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ബൂട്ടിംഗ് പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. എന്താണ് ബൂട്ടിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടർ ജോലി ചെയ്യാൻ റെഡി ആവണമെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്, അല്ലെ? അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നമുക്ക് നമ്മളെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ റെഡി ആക്കി തരികയാണ് ആക്ച്വലി കമ്പ്യൂട്ടർ ചെയ്യുന്നത്. ആ ഒരു സമയം ചിലപ്പം ചില ഇതിലനുസരിച്ച് നമുക്ക് കുറച്ച് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒക്കെ കാത്തുക്കേണ്ടി വരും. അത് ബൂട്ടിംഗ് പ്രോസസ് ആണ്. ഓക്കെ, ആ പ്രോഗ്രാംസ് ഒക്കെ എവിടെയാ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? റീഡ് ഓൺലി മെമ്മറി, റോം, റീഡ് ഓൺലി മെമ്മറിയിലാണ്. അതുകൊണ്ട് കറണ്ട് പോയാലും ശരി കറണ്ട് ഉണ്ടെങ്കിലും ശരി അത് അവിടെ തന്നെ എപ്പോഴും ഉണ്ടാവും. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജ്, പൈത്തൺ, C#, ജാവ, ജാവാസ്ക്രിപ്റ്റ്, റസ്റ്റ്, കോട്ട്ലിൻ ഒക്കെ ഫോർത്ത് ജനറേഷനിൽ കണ്ടുപിടിച്ചിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. C#, Java, JavaScript, Rust, Kotlin, etc. Mix of both third and fourth generation languages. Size, smaller, cheaper and more efficient than third generation computers. Fourth generation computers, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ എത്രയോ സ്മോളർ ആണ്, ചീപ്പർ ആണ് ആൻഡ് മോർ എഫിഷ്യൻറ്റും ആണ്, അല്ലെ? സ്പീഡ് എന്താണ്? ഇംപ്രൂവ്മെന്റ് ഓഫ് സ്പീഡ്, അക്യുറസി ആൻഡ് റിലയബിലിറ്റി ഇൻ കമ്പാരിസൺ വിത്ത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, കീബോർഡ്, പോയിന്റിംഗ് ഡിവൈസസ്, ഒപ്റ്റിക്കൽ സ്കാനിങ്, മോണിറ്റർ, പ്രിന്റർ എക്സെട്ര. ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് ആര് വന്നു? കീബോർഡ് വന്നു. പഞ്ച് കാർഡ്, പഞ്ച് ടേപ്പ് ഒക്കെ പോയി, ഔട്ട് ഓഫ് ഫാഷൻ ആയപ്പോഴത്തേക്ക് പിന്നെ എന്ത് വന്നു? കീബോർഡ് വന്നു, പോയിന്റിംഗ് ഡിവൈസസ് വന്നു, ഒപ്റ്റിക്കൽ സ്കാനിങ്, മോണിറ്റർ, പ്രിന്റർ. മോണിറ്റർ, പ്രിന്റർ ഒക്കെ, പ്രിന്റർ എന്താണ്? പ്രിന്റർ ഹാർഡ് കോപ്പി, നമുക്ക് ഹാർഡ് കോപ്പി കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. മോണിറ്റർ സോഫ്റ്റ് കോപ്പി നമുക്ക് കിട്ടും. നെറ്റ്വർക്ക്, എ ഗ്രൂപ്പ് ഓഫ് 2 or more കമ്പ്യൂട്ടർ സിസ്റ്റംസ് ലിങ്ക് ടുഗദർ. പിന്നെയാണ് നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ് വന്നത്. നമ്മൾ മനുഷ്യന്മാർ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കും, അല്ലെ? പല രീതിയിൽ നമ്മൾ സംസാരിച്ചേക്കാം. അപ്പം ഒരു മിനിമം 2 ആള് വേണം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പം ആ നെറ്റ്വർക്ക് കൺസെപ്റ്റ്, ഒരു കമ്പ്യൂട്ടർ ചാൾസ് ബബാഷ് സ്റ്റാൻഡ് അലോൺ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചെങ്കിലും കൂടെ നമ്മൾ ഒരു കമ്പ്യൂട്ടർ വേറൊരു കമ്പ്യൂട്ടറിനോട് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ള തോട്ടിൽ നിന്നാണ് നെറ്റ്വർക്ക് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് 2 or more കമ്പ്യൂട്ടർ സിസ്റ്റംസ് ലിങ്ക് ടുഗദർ. രണ്ടിലധികമോ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ജോയിൻ ചെയ്യുന്നത് പോലെ. ഓക്കെ, എക്സാമ്പിൾസ്: IBM PC, Star 1000, Apple II, Apple Macintosh, etc.
പിന്നെ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്: ദ പ്രസന്റ് ആൻഡ് ദ ഫ്യൂച്ചർ. Main electronic component based on artificial intelligence uses the ultra large scale integration technology and parallel processing method. Uses ultra large scale integration ULSI technology and parallel processing method. മനസ്സിലാവുന്നുണ്ടോ? ULSI എന്ന് പറഞ്ഞാൽ എന്താണ്? മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഓൺ എ സിംഗിൾ മൈക്രോ ചിപ്പ്. പാരലൽ പ്രോസസ്സിംഗ് മെത്തേഡ് എന്താണ്? യൂസ് ടു മോർ മൈക്രോ പ്രോസസ്സേഴ്സ് ടു റൺ ടാസ്ക് സൈമൾട്ടേനിയസ്ലി. പാരലൽ ആയിട്ട് റൺ ചെയ്യുക. ടു മോർ മൈക്രോ പ്രോസസ്സർ, രണ്ടിലധികമോ മൈക്രോ പ്രോസസ്സേഴ്സ് പാരലൽ ആയിട്ട് റൺ ചെയ്യുന്ന ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്? പാരലൽ പ്രോസസ്സിംഗ് മെത്തേഡ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആയപ്പോഴത്തേക്ക് ULSI ആൻഡ് പാരലൽ പ്രോസസ്സിംഗ് മെത്തേഡാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ലാംഗ്വേജ്, അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ലാംഗ്വേജ്, ഹ്യൂമൻ ലാംഗ്വേജ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പവർ എന്താണ്? കൺസ്യൂം ലെസ് പവർ ആൻഡ് ജനറേറ്റ് ലെസ് ഹീറ്റ്. അധികം കറണ്ട് ഒന്നും എടുക്കുന്നില്ല, അധികം ചൂടും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സ്പീഡ്, റിമാർക്കബിൾ ഇംപ്രൂവ്മെന്റ് ഓഫ് സ്പീഡ്, അക്യുറസി ആൻഡ് റിലയബിലിറ്റി ഇൻ കമ്പാരിസൺ വിത്ത് ഫോർത്ത് ജനറേഷൻ computers. പിന്നെ the computer, this amazing technology went from a government business only technology to be everywhere, from people's homes, workplaces to people's pockets in less than 100 years. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടേഴ്സ് ചെറുതായി ഒരു മൊബൈൽ ഫോണിന്റെ രൂപത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റിന്റെ രൂപത്തിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഗവൺമെന്റ് ബിസിനസ്സിലൊക്കെ വളരെ ഒരു വലിയൊരു തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വീടുകളിൽ, വർക്ക് പ്ലേസസ്, പീപ്പിൾ പോക്കറ്റ്, വർക്ക് പ്ലേസ് ഒക്കെ ഇപ്പോൾ വീട് തന്നെയായി മാറി അല്ലെ. അതുപോലെ വീടുകൾ, വർക്ക് പ്ലേസ്, പീപ്പിൾസ് പോക്കറ്റ്സ് ഇൻ ലെസ് ദാൻ 100 years. അടുത്ത ജനറേഷനാണ് സിക്സ്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ഞാൻ പ്രോമിസ് ചെയ്തു നിങ്ങൾക്ക് ഞാൻ സിക്സ്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് ആക്ച്വലി അതില്ല. പക്ഷെ എന്നാലും ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. അത് യൂസ് ചെയ്യുന്ന ക്വാണ്ടം കമ്പ്യൂട്ടർ കണ്ടോ? ചിത്രത്തിൽ കണ്ട എന്താണ്? D-Wave quantum computer ആണ്. A quantum computer is a device that uses quantum mechanical phenomena such as superposition and entanglement to perform operations on data. A conventional digital computer uses electronic circuits on a plate of semiconducting material, silicon, to represent binary digits, each in a state of either 1 or 0. In contrast, quantum computers use qubits, QUBITS ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. That represent a superposition of both 1 and 0 simultaneously. QUBits നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്താ? വെറും ബിറ്റ്സ് 0 or 1 അല്ലെ. ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഒരു സിക്സ്ത് ജനറേഷനിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യും? QUBits ആണ് യൂസ് ചെയ്യുക. The field of quantum computing was first proposed in 1969 and formally introduced in 1980 by Yuri Manin and in 1982 by Richard Feynman. As of 2014, quantum computing is still in its infancy. കുട്ടിക്കാലത്തിലാണ് നിൽക്കുന്നത്. With experiments yielding computations on a small number of qubits. On December 9, 2015, Google presented its findings that using D-Wave quantum computers, it was able to solve some problems 1,000 million times. Okay, quantum computing le main ആയിട്ട് അറിയേണ്ട കാര്യം, quantum computers are different from digital electronic computers based on transistors. Quantum computation uses quantum bits called qubits. Quantum computers are different from digital electronic computers based on transistors. Quantum computation uses quantum bits called qubits. Qubits ആണ് അത് യൂസ് ചെയ്യുക. Much more faster and many times more powerful. Actual quantum computers are still in its infancy. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു കുട്ടിക്കാലത്താണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു കുട്ടിക്കാലത്തിലാണ്. ഓരോരോ കാലങ്ങളുണ്ടല്ലോ, അതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന്റെ കാലം കുട്ടിക്കാലത്തിലാണ് നിൽക്കുന്നത്. ബട്ട് experiments have been carried out in which quantum computational operations were executed on a very small number of quantum bits. ഓക്കെ, ഇത് സിക്സ്ത് ജനറേഷൻ ടെക്നോളജിയാണ്, മറക്കണ്ട. ഈ കാലത്ത് നമ്മൾ ലേറ്റസ്റ്റ് വാച്ച് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് വാച്ചൊക്കെ ഇന്ന് ഈ കാലങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്, സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്. See you.